Hello everyone. Today we are going to discuss about push down automata. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ചോംസ്കി നോർമൽ ഫോം, ഗ്രേബാക്ക് നോർമൽ ഫോം. നമുക്കൊരു കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ തരികയാണെങ്കിൽ നമുക്കതിനെ ചോംസ്കി നോർമൽ ഫോമിലോട്ടും അതുപോലെ ഗ്രേബാക്ക് നോർമൽ ഫോമിലോട്ടും കൺവേർട്ട് ചെയ്യണത് എങ്ങനെയാണെന്ന് പഠിച്ചു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുഷ് ഡൗൺ ഓട്ടോമേറ്റയാണ്. പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമറാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ യൂസ് ചെയ്യുന്നത്. പുഷ് ഡൗൺ ഓട്ടോമേറ്റ എന്ന് പറയുന്നത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ ഇംപ്ലിമെൻറ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ പുഷ് ഡൗൺ ഓട്ടോമേറ്റ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ പ്ലസ് ഒരു സ്റ്റാക്ക് കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ ഫൈനൈറ്റ് സ്റ്റേറ്റ് മെഷീൻ തന്നെയാണ്, ബട്ട് അതിൻ്റെ കൂടെ ഒരു വൺ സ്റ്റാക്ക് ഉണ്ടായിരിക്കും. അതിനെയാണ് പുഷ് ഡൗൺ ഓട്ടോമേറ്റ. അതെ, പുഷ് ഡൗൺ ഓട്ടോമേറ്റയിൽ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. ഒരു ഇൻപുട്ട് ടൈപ്പ്, കൺട്രോൾ യൂണിറ്റ്, അതുപോലെ സ്റ്റാക്ക് വിത്ത് ഇൻഫൈനൈറ്റ് സൈസുള്ള ഒരു സ്റ്റാക്കും ഉണ്ടായിരിക്കും. ദ സ്റ്റാക്ക് ഹെഡ് സ്കാൻസ് ദ ടോപ്പ് സിമ്പിൾ ഓഫ് ദി സ്റ്റാക്ക്. സ്റ്റാക്കിൻ്റെ ടോപ്പ് സിമ്പിളിനെയായിരിക്കും സ്റ്റാക്ക് ഹെഡ് സ്കാൻ ചെയ്യുന്നത്. ഏറ്റവും ടോപ്പിലുള്ള സിമ്പിളിനെയായിരിക്കും ആദ്യം സ്റ്റാക്കിൻ്റെ ഹെഡ് സ്കാൻ ചെയ്യുന്നത്. ഇവിടെ സ്റ്റാക്കിനെന്ന് പറയുന്നത് 2 ഓപ്പറേഷൻസാണ്, പുഷും പോപ്പും. പുഷ് എന്ന് പറയുകയാണെങ്കിൽ ടോപ്പിൽ നമ്മളൊരു ന്യൂ സിമ്പിളിനെ ആഡ് ചെയ്യുന്നു. പോപ്പ് എന്ന് പറയുകയാണെങ്കിൽ ആ ടോപ്പിലുള്ള സിമ്പിളിനെ റീഡ് ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യുന്നു. ഇനി PD എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് സിമ്പിളിനെ റീഡ് ചെയ്യാതിരിക്കാം, ബട്ട് അതിനെന്ന് പറയുന്നത് ഓരോ ട്രാൻസാക്ഷൻ കഴിയുമ്പോഴും സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള ആ സിമ്പിളിനെ റീഡ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇതാണൊരു പുഷ് ഡൗൺ ഓട്ടോമേറ്റയുടെ പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ. അതായത് നമുക്കൊരു ഇൻപുട്ട് ടൈപ്പ് ഉണ്ട്. ആ ഇൻപുട്ട് ടൈപ്പിനകത്തുനിന്ന് നമ്മൾ ഇൻപുട്ട് എടുക്കുന്നു, എന്നിട്ട് അത് ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റിൽ കൊടുക്കുന്നു. അപ്പോൾ ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ് അതിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്നിട്ട് ഇൻപുട്ട് റീഡ് ചെയ്യേണ്ട സമയത്ത് അതിനകത്തുനിന്ന് ഓരോ ഇൻപുട്ടിനെ റീഡ് ചെയ്ത് പോപ്പ് ചെയ്ത് കളയുന്നു. എന്നിട്ട് അവസാനം സ്റ്റാക്ക് എംപ്റ്റി ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്, അല്ലെങ്കിൽ ആ സ്ട്രിങ്ങിനെ റിജക്റ്റ് ചെയ്യും. ഇങ്ങനെയാണ് ഒരു പുഷ് ഡൗൺ ഓട്ടോമേറ്റയുടെ വർക്കിംഗ്. അതായത് നമ്മൾ ഓരോ ഇൻപുട്ട് ടൈപ്പിൽ നിന്ന് ഇൻപുട്ട് എടുക്കുന്നു, എന്നിട്ട് ഫൈനൈറ്റ് കൺട്രോൾ യൂണിറ്റ് ആദ്യം സിമ്പിൾസിനെ എല്ലാം സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യും. ദെൻ അടുത്ത ഒരു കറസ്പോണ്ടിങ് സിമ്പിൾ വരുമ്പോൾ അടുത്ത ഇൻപുട്ട് റീഡ് ചെയ്യേണ്ട സമയത്ത് ആ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ നിന്ന് സിമ്പിളിനെ റീഡ് ചെയ്തിട്ട് അതിനെ പോപ്പ് ചെയ്ത് കളയുന്നു. അങ്ങനെയാണ് അത് വർക്കിംഗ് ചെയ്യുന്നത്. നമുക്ക് ഫൈനൈറ്റ് ഓട്ടോമേറ്റയിലെ പോലെ തന്നെ PDL എന്ന് പറയുന്നത് 7 ടപ്പിൾ വെച്ചിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. Q, സിഗ്മ, S, ഡെൽറ്റ, Q0, I, F. Q എന്ന് പറയുന്നത് ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സ്, സിഗ്മ എന്ന് പറയുന്നത് ഇൻപുട്ട് ആൽഫബറ്റ്, S എന്ന് പറയുന്നത് സ്റ്റാക്ക് സിമ്പിൾസ്, ഡെൽറ്റ എന്ന് പറയുന്നത് ട്രാൻസിഷൻ ഫങ്ഷൻ തന്നെയാണ്. ദെൻ Q0 എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റേറ്റ്, I എന്ന് പറയുന്നത് ഇനിഷ്യൽ സ്റ്റാക്ക് ടോപ്പ് സിമ്പിളാണ്. ദെൻ F എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ആക്സെപ്റ്റിംഗ് സ്റ്റേറ്റ്സ്. ഇനി ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് Q ക്രോസ് സിഗ്മ യൂണിയൻ എപ്സിലോ എന്ന് പറയുന്നത് സിഗ്മ തന്നെയാണ്. S ക്രോസ് Q ക്രോസ് S സ്റ്റാർ, ഇങ്ങനെയായിരിക്കും ഇവിടുത്തെ ട്രാൻസിഷൻ ഫംഗ്ഷൻ വരുന്നത്. ദ ഫോളോയിങ് ഡയഗ്രാം ഷോസ് എ ട്രാൻസിഷൻ ഇൻ എ PDA ഫ്രം എ സ്റ്റേറ്റ് Q1 ടു സ്റ്റേറ്റ് Q2 ലേബിൾഡ് ആസ് A, B ഇംപ്ലൈസ് C. അതായത് നമുക്കൊരു PDAയിൽ ഒരു സ്റ്റേറ്റ് Q1 എന്നുള്ളൊരു സ്റ്റേറ്റിൽ നിന്ന് Q2 എന്നുള്ള സ്റ്റേറ്റിലോട്ട് പോവുകയാണെങ്കിൽ ട്രാൻസിഷൻ എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത്. നമുക്കിവിടെ 2 സ്റ്റേറ്റ് ഉണ്ട്, Q1ഉം Q2. നമ്മളിപ്പോൾ A എന്നുള്ള ഇൻപുട്ട് സിമ്പൽ നോക്കുവാണെങ്കിൽ അവിടെ എന്ന് പറയുന്നത് നമ്മൾ സ്റ്റാക്കിൻ്റെ ടോപ്പിലെ സിമ്പൽ എന്ന് പറയുന്നത് B ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ C എന്നുള്ളൊരു സിമ്പലിനായിരിക്കും സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യുന്നത്. This means at state Q1, if we encounter an input string A and top symbol of the stack is B, then we pop B, push C on top of the stack and move to state Q2. അതായത് നമ്മളിപ്പോൾ A എന്നുള്ളൊരു ഇൻപുട്ട് സ്ട്രിങ് ആണ് റീഡ് ചെയ്തത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്റ്റാക്കിൻ്റെ ടോപ്പിലെ സിമ്പിൾ എന്ന് പറയുന്നത് B ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റാക്കിലെ ടോപ്പിലുള്ള ആ സിമ്പിളിനെ നമ്മൾ പോപ്പ് ചെയ്യണം. പോപ്പ് ചെയ്തിട്ട് C എന്നുള്ളൊരു സിമ്പിളിനെ സ്റ്റാക്കിലോട്ട് പുഷ് ചെയ്യണം. എന്നിട്ട് അത് Q2 എന്നുള്ള സ്റ്റേറ്റിലോട്ട്
മൂവ് ചെയ്യും. ഇങ്ങനെയാണ് PDAയിൽ ഓരോ സ്റ്റേറ്റിൽ നിന്നും അടുത്ത സ്റ്റേറ്റിലോട്ട് മൂവ് ചെയ്യുന്നത്. അതായത് സ്റ്റാക്കിൻ്റെ ടോപ്പിലുള്ള സിമ്പൽ ഏതാണെന്ന് നോക്കിയിട്ട് അതിൽ പോപ്പ് ചെയ്ത് കളഞ്ഞിട്ട് നമ്മുടെ പുഷ് ചെയ്യേണ്ട സിമ്പൽ ഏതാണോ ആ സിമ്പലിനെ പുഷ് ചെയ്യുക. There are two types of acceptabilities in a PDA. First one is final state acceptability and next is empty stack acceptability. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫൈനൽ സ്റ്റേറ്റ് acceptability. In a final state acceptability, a PDA accepts a string when after reading the entire string, the PDA is in a final state. അതായത് ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റബിലിറ്റിയിൽ PDA ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആ ഫുൾ സ്ട്രിങ്ങിനെ റീഡ് ചെയ്ത് കഴിയുമ്പോൾ PDA എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ദെൻ അടുത്തതെന്ന് പറയുന്നത് ഫ്രം ദ സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റ് വി ക്യാൻ മേക്ക് മൂവ്സ് ദാറ്റ് എൻഡ് അപ്പ് ഇൻ എ ഫൈനൽ സ്റ്റേറ്റ് വിത്ത് എനി സ്റ്റാക്ക് വാല്യൂസ്. അതായത് നമുക്ക് സ്റ്റാർട്ടിംഗ് സ്റ്റേറ്റിൽ നിന്ന് തന്നെ മൂവ് ചെയ്യാം. അത് എൻഡ് ചെയ്യുന്നത് ഫൈനൽ സ്റ്റേറ്റിലായിരിക്കണം. സ്റ്റാക്കിൽ ഏത് വാല്യൂസ് ആയാലും പ്രോബ്ലം ഇല്ല. ബട്ട് ഈ PDA എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്തിരിക്കണം. ദെൻ സ്റ്റാക്ക് വാല്യൂസ് ആർ ഇറെലവൻറ്റ് ആസ് ലോങ് ആസ് വി എൻഡ് അപ്പ് ഇൻ എ ഫൈനൽ സ്റ്റേറ്റ്. നമ്മൾ ഫൈനൽ സ്റ്റേറ്റിൽ എത്തുകയാണെങ്കിലും സ്റ്റാക്ക് വാല്യൂസിലെന്ന് പറയുന്നത് റിലവൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കണമെന്നില്ല. ദെൻ ഫോർ എ PDA നമുക്കറിയാം PDAയിൽ 7 ടപ്പിൾസ് ഉണ്ടെന്ന്. Q, സിഗ്മ, S, ഡെൽറ്റ, Q0, I, F. ദ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദ സെറ്റ് ഓഫ് ഫൈനൽ സ്റ്റേറ്റ്. അതായത് നമുക്കിപ്പോൾ ഫൈനൽ സ്റ്റേറ്റിൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആ ലാംഗ്വേജിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു നൊട്ടേഷനാണിത്. L of PDA which is equal to W such that Q0 W, I which is belongs to Q, epsilon, X. Q belongs to F, set of final states. For any input stack string X എന്നുള്ളൊരു ഇൻപുട്ട് സ്ട്രിങ് വരികയാണെങ്കിൽ അത് ഇങ്ങനെ ഫൈനൽ സ്റ്റേറ്റ് അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഫോമിലായിരിക്കും. Empty stack acceptability. Here a PDA accepts a string when after reading the entire string the PDA has emptied its stack. അതായത് PDA ഒരു സ്ട്രിങ്ങിനെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിലെന്ന് പറയുന്നത് സ്റ്റാക്കിലെന്ന് പറയുന്നത് എംറ്റി ആയിരിക്കണം. അതായത് നമ്മൾ ഏത് കറസ്പോണ്ടിങ് സിമ്പൽ വരുന്നോ അത്രയും സിമ്പിൾസിനെ നമ്മൾ സ്റ്റാക്കിൽ നിന്ന് പോപ്പ് ചെയ്ത് കളഞ്ഞ് സ്റ്റാക്ക് എംറ്റി ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ സ്ട്രിങ്ങിനെ PDA അക്സെപ്റ്റ് ചെയ്യുന്നത്. ഫോർ എ PDA നമുക്ക് 7 ടപ്പിൾസ് ഉണ്ടെന്നറിയാം. Q, സിഗ്മ, S, ഡെൽറ്റ, Q0, I, F. ദ ലാംഗ്വേജ് അക്സെപ്റ്റഡ് ബൈ ദ എംറ്റി സ്റ്റാക്ക്. അങ്ങനെയാണെങ്കിൽ എംറ്റി സ്റ്റാക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് L of PDA which is equal to W such that Q0, W, I belongs to Q, epsilon, Q എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്റ്റേറ്റ്സിലെ Q ആയിരിക്കും. അത് ഇങ്ങനെയാണ് നമ്മൾ ആ ലാംഗ്വേജ് അക്സെപ്റ്റ് ചെയ്യുന്ന എംറ്റി സ്റ്റാക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ലാംഗ്വേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്.